അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷമാണോ? എന്തോ? ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ശക്തമായിട്ട് കരങ്ങളടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിൻ്റെ വചനം കേൾക്കാനും കർത്താവ് തരുന്ന ഈ അനുഗ്രഹത്തെ പ്രതി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അവിടുന്ന് നമ്മോട് പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ അങ്കണത്തിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടത് സ്തോത്രഗീതങ്ങളോടുകൂടിയാണ്. 100 സങ്കീർത്തനം എടുത്തത്. സങ്കീർത്തനം 100. ഭൂമി മുഴുവനുമേ കർത്താവിന് ആർപ്പ് വിളിക്കുവിൻ, സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ, ആനന്ദാര തിരുസന്നിധി പോകുവിൻ, കർത്താവ് തന്നെ ദൈവമെന്ന് നിങ്ങൾ അറിയുവിൻ. അതായത് വചനം പറയുകയാണ്, സങ്കീർത്തനം 100 സങ്കീർത്തനം പറയുകയാണ്, ഭൂമി മുഴുവൻ കർത്താവിന് ആർപ്പ് വിളിക്കണം. ഒന്ന് ആർപ്പ് വിളിച്ചേ. ഇത് നമ്മുടെ സന്തോഷ പ്രകടനമാണ്. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ സന്തോഷം, ദൈവമക്കളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നതാണ്. ആരാധന എന്ന് പറയുന്നത് ദൈവമക്കളുടെ ആനന്ദ പ്രകടനമാണ്. എന്താണ് ആരാധന? ആനന്ദ പ്രകടനമാണ്. നമ്മുടെ സന്തോഷവും ആനന്ദവും പ്രകടിപ്പിക്കുന്നതാണ് ആരാധന. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തിൻ്റെ ആനന്ദമാണ് ദൈവമക്കൾ പ്രകടിപ്പിക്കുന്നത്? എന്തിൻ്റെ ആനന്ദമാണ്? എന്താണ് ദൈവമക്കളുടെ ഏറ്റവും വലിയ ആനന്ദം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ദൈവമകൻ എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആനന്ദം എന്താണ്? അതായത് ഏറ്റവും വലിയ ആനന്ദം നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നതാണ്. ദൈവമക്കളുടെ ഏറ്റവും വലിയ ആനന്ദം നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നതാണ്. അപ്പോൾ രക്ഷയെ പ്രതിയുള്ള ആനന്ദം, രക്ഷയെ പ്രതിയുള്ള ആനന്ദം വേറൊന്നിനെയും കുറിച്ചല്ല. നമുക്ക് ദൈവം രക്ഷ തന്നു. മരിച്ചാൽ നമ്മൾ എവിടെ പോവും? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോവും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ആണോ? അതാണോ? അപ്പോൾ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം, നമുക്ക് തന്ന ഇത്ര വിലപ്പെട്ട രക്ഷ എന്നാണ് ബൈബിൾ പറയുന്നത്. ഇത്ര വിലപ്പെട്ട ആ രക്ഷ. അപ്പോൾ ദൈവമക്കളുടെ ഒരു പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ടവൻ്റെ കൃതജ്ഞതയാണ് ആരാധന. ദൈവം നമ്മളെ രക്ഷിച്ചു, കർത്താവ് നമ്മളെ സഹായിച്ചു, വീണ്ടെടുത്തു, സ്വതന്ത്രരാക്കി, കഴുകി, വിശുദ്ധീകരിച്ചു. ഇതിൻ്റെ സന്തോഷ പ്രകടനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓരോ ദിവസവും പരിശുദ്ധ കുർബാന ഭക്ഷിക്കുമ്പോൾ, ഞാനിങ്ങനെ കുർബാന ഭക്ഷിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ പറയും, ഞാൻ തന്നെയാണ് മിക്ക ദിവസങ്ങളിലും ഞാൻ തന്നെയാണ് കുർബാന ചൊല്ലുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തും പറയാം ആ സമയത്ത്. അപ്പോൾ ഞാൻ കുർബാന ഭക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും ഞാനിങ്ങനെ പറയും, ഇത് വിശുദ്ധ കുർബാന കയ്യിലെടുത്തിട്ട് ഞാനിങ്ങനെ പറയും, ഇത് എൻ്റെ രക്ഷയാണ്, ഇതെൻ്റെ സംരക്ഷണമാണ്, ഇതെൻ്റെ വിശുദ്ധീകരണമാണ്, ഇതെനിക്ക് വേണ്ടി നൽകപ്പെട്ട മോചനദ്രവ്യമാണ്, ഇതാണ് എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും സംരക്ഷിക്കുന്നത്. ഓരോ കുർബാനയും ഭക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നോട് തന്നെ പറയും, ഇത് ഞാൻ ദൈവ കുടുംബത്തിൻ്റെ ഭാഗമായതിൻ്റെ അടയാളമാണ്. ഞാനൊരു ഉടമ്പടി ബന്ധത്തിലാണ്. ഞാൻ പിതാവിൻ്റെ മകനാണ്. ഞാൻ യേശുവിൻ്റെ ഇളയ സഹോദരനാണ്. സ്വർഗം മുഴുവൻ എന്നെ സഹായിക്കാനുണ്ട്. കർത്താവാണ് എൻ്റെ ഓഹരി, ദൈവം എൻ്റെ അവകാശമാണ്, അവിടുന്നാണ് എൻ്റെ സംരക്ഷണം, ഈ രക്തമാണ് എന്നെ പൊതിയുന്നത്. ഇത് പറഞ്ഞിട്ടാണ് ഞാൻ കുർബാന ഭക്ഷിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഇതെൻ്റെ സന്തോഷ പ്രകടനമാണ്. എന്ത് സന്തോഷം? രക്ഷിക്കപ്പെട്ടതിൻ്റെ സന്തോഷ പ്രകടനം. പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പോൾ നമ്മൾ ദൈവമക്കൾ ഒരുമിച്ച് വരുന്ന സമയത്തെല്ലാം നമ്മൾ കർത്താവിന് നന്ദി പറയുന്നത് രക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള നമ്മുടെ കൃതജ്ഞതയാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനം 100 സങ്കീർത്തനം വായിച്ചേ, 1-ാമത്തെ വാക്യം, സങ്കീർത്തനം 100 വാക്യം 1 വായിച്ചേ. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുമ്പിൽ. അപ്പോൾ ഭൂമി മുഴുവനുമേ കർത്താവിന് ആർപ്പ് വിളിക്കുവിൻ, സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. അടുത്തത്, ആനന്ദാരവത്തോടെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് വരുവിൻ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് ആർപ്പ് വിളിക്കുക, ശുശ്രൂഷിക്കുക, ആനന്ദത്തോടെ, ഗാനാലാപത്തോടെ, ആനന്ദത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. ഇത് പറഞ്ഞിട്ട് സങ്കീർത്തകൻ പറയുകയാണ്, ഇതെല്ലാം നമ്മൾ പറയുന്നതിൻ്റെ കാരണങ്ങൾ 1, 2, 3, 4, 5 പെട്ടെന്ന് ഞാൻ പറയാം. റോമാലേഖനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് പെട്ടെന്ന് ഞാൻ ഒരു 4-5 കാരണങ്ങൾ പറയാം. ഈ സങ്കീർത്തനത്തിൽ പറയുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, ആരാധിക്കാനുള്ള നമ്മുടെ കാരണങ്ങൾ, ആരാധിക്കാനുള്ള നമ്മുടെ കാരണങ്ങൾ. നമ്മൾ പാടത്തില്ലേ, ആരാധിപ്പാൻ നമുക്ക് കാരണം. അപ്പോൾ ആ കാരണം പാട്ടിനകത്ത് നമ്മൾ പാടുന്നത്, എന്നെ വീഴാതെ നിർത്തി, എന്നെ ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചപ്പോൾ നീ മാത്രം എന്നെ പൊതിഞ്ഞു നിന്നു, അതുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ്, അതുക്കും മേലെയാണ് യഥാർത്ഥ ആരാധകന്റെ ആരാധനയുടെ കാരണം. നമുക്ക് ഈ താൽക്കാലിക ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ തന്നത് മാത്രമല്ല, അല്ലെ, അതല്ല, അതിനപ്പുറത്ത് ദൈവം നമുക്ക് തന്ന വലിയ കാര്യങ്ങൾ ഓർത്തിട്ടാണ് ആരാധിക്കുന്നത്. ആരാധിക്കാനുള്ള കാരണങ്ങൾ 1, 2, 3, 4, 5 പെട്ടെന്ന് പറയാം. 1, കർത്താവാണ് നമ്മുടെ ദൈവമെന്ന് അറിയുവിൻ. ആരാധിക്കാനുള്ള 1-ാമത്തെ കാരണം, എൻ്റെ ദൈവം യഹോവയാണ്. എൻ്റെ ദൈവം ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവമാണ് എൻ്റെ ദൈവം. അതാണ് 1-ാമത്തെ ആരാധിക്കാനുള്ള കാരണം. എൻ്റെ ദൈവത്തെ എനിക്ക് പരിചയമുണ്ട്, അതാണ് ഞാൻ ആരാധിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ യഹോവയാണ് എൻ്റെ ദൈവം. യഹോവ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ദൈവം തന്നെ വെളിപ്പെടുത്തിയത് ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞാൽ യഹോവ, ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞാണ്. ദൈവമായ കർത്താവ് എന്നാണ് നമ്മുടെ മലയാളം ബൈബിൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, യഹോവ എന്ന വാക്കിനെ, ദൈവമായ കർത്താവ്. അപ്പോൾ അതാണ് നമ്മുടെ ദൈവത്തിന്റെ പേര്. എന്താണ് നമ്മുടെ ദൈവത്തിന്റെ പേര്? ദൈവമായ കർത്താവ്, ലോർഡ് ഗോഡ്. എന്താണ് നമ്മുടെ ദൈവത്തിന്റെ പേര്? ദൈവമായ കർത്താവ്. ആ ദൈവമായ കർത്താവാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്കെൻ്റെ ദൈവത്തെ പരിചയമുണ്ട്, എനിക്കെൻ്റെ ദൈവത്തെ അറിയാം, എനിക്കെൻ്റെ ദൈവത്തെ പരിചയമുണ്ട്, എനിക്കെൻ്റെ ദൈവത്തോട് ബന്ധമുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ഈ പേഴ്സണൽ ബന്ധമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ദൈവം, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ദൈവത്തോട് നമുക്കുള്ള ബന്ധമാണ് പിശാച് എടുത്തു കളയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തോട് നമുക്കുള്ള, സാത്താൻ അറ്റാക്ക് ചെയ്യുന്നത് മുഴുവൻ ദൈവത്തോടുള്ള ബന്ധം എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ്. ബൈബിളില് ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ ദൈവമായ കർത്താവെന്നാണ്. ഒന്ന് എടുക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായം വായിക്കാം, 1 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ ആകാശവും ഭൂമിയും, ഓക്കെ, 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. 4-ാമത്തെ വാക്യം, ഇതാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. അടുത്ത വാക്യം, ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. ശ്രദ്ധിക്കുക. ദൈവമായ, എന്താണ് ദൈവത്തിന്റെ പേരവിടെ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പേര് ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവ. ദൈവമായ കർത്താവ് സമം യാവേ, യഹോവ, ദൈവമായ കർത്താവ്. കേട്ടോ? അപ്പൊ ഉൽപ്പത്തി 2 ദൈവത്തിന്റെ പേര് ദൈവമായ കർത്താവ്. ഉൽപ്പത്തി 3 സാത്താൻ വരുമ്പോൾ സാത്താൻ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് ദൈവത്തെ അഡ്രസ് ചെയ്യുന്നത്? ഇങ്ങനെയാണ്, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുതെന്ന് ദൈവം. സാത്താൻ എന്താ വിളിക്കുന്നേ? ദൈവം. ഹീബ്രുവിൽ പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ എലോഹിം. ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞാൽ യാവേ, യഹോവ. ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് എലോഹിം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും സർവേശ്വരൻ, ഈശ്വരൻ എന്നൊക്കെ പറയുന്ന പോലെ പൊതുവായ ഒരു പേര് എലോഹിം. യാവേ എന്ന് പറഞ്ഞാലോ കർത്താവ്, നാഥൻ,
തമ്പുരാൻ എന്നൊക്കെ നമ്മൾ പറയുന്ന അടുപ്പം വ്യത്യാസമുണ്ടോ? അപ്പോ പിശാച് വന്നിട്ട് 2-ാം അധ്യായത്തിൽ ദൈവത്തെ നമ്മൾ വായനക്കാര് പരിചയപ്പെട്ടത് എന്ത് പേരിലാണ്? ദൈവമായ കർത്താവ്. എന്നാൽ സാത്താൻ വന്നിട്ട് പറയുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? പിശാചിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ നഷ്ടപ്പെടുത്തി കളയുക. നമ്മൾ ദൈവത്തെ വ്യക്തിപരമായി സ്നേഹിക്കാതിരിക്കുക, നമ്മൾ ദൈവത്തോട് വ്യക്തിപരമായി അടുക്കാതിരിക്കുക, നമ്മുടെ ദൈവബന്ധം ആർദ്രവും ഊഷ്മളവും സ്നേഹം നിറഞ്ഞതുമായി മാറാതിരിക്കുക. ഇതാണ് പിശാചിന്റെ ലക്ഷ്യം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ സാത്താന്റെ ലക്ഷ്യം അതാണ്. നമ്മളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദുരനുഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിച്ചിട്ട് പിശാച് നമ്മളോട് പറയും, ദൈവത്തിന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ദൈവം നല്ലവനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതോ, നമുക്ക് സമ്പാദ്യം നഷ്ടപ്പെട്ടതോ, ആരോഗ്യം നഷ്ടപ്പെട്ടതോ, സൽപ്പേര് പോയതോ, ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭൂമി വെച്ച് നീട്ടുന്ന നന്മകൾ വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ ഊർന്നു പോയതോ ആയ പല കാര്യങ്ങളും മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് സാത്താൻ പറയും, ദൈവത്തിന് നിന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? ജോബിനോട് ജോബിന്റെ ഭാര്യ പറഞ്ഞതുപോലെ, ഇത്രയും നാൾ നീ ദൈവത്തെ ആരാധിച്ചിട്ട് അവസാനം മിച്ചം വന്നത് ചൊറിയും ചിറങ്ങും അല്ലേ, ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് മരിക്കാൻ നോക്കെന്ന് പറഞ്ഞതുപോലെ പിശാചിന്റെ സ്വരം ഇതാണ്. അതായത് ദൈവം ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ചൂണ്ടിക്കാണിച്ചിട്ട് സാത്താൻ പറയും, ദൈവത്തിന് നിന്നോട് സ്നേഹമില്ല, ബന്ധമില്ല. എന്നാൽ ആരാധിക്കുന്നവൻ ഒരു കാര്യം അറിയാം, എന്താണ്? കർത്താവാണ് എൻ്റെ ദൈവം. ജോബ് പറയും, എൻ്റെ മാംസം അഴുകിയാലും, എൻ്റെ മാംസം അഴുകി അസ്ഥി തെളിഞ്ഞാലും ആ അസ്ഥിയിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. മനസ്സിലായോ? എൻ്റെ മാംസം ചീഞ്ഞഴുകി എൻ്റെ അസ്ഥി തെളിഞ്ഞാലും ആ അസ്ഥിയിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ജോബ് പറയും, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് ജോബ് കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കും. അതായത് ഏത് സാഹചര്യത്തിലും ആരാധകന്റെ ഹൃദയത്തിൽ ഒരു ബോധ്യമുണ്ട്, ഏത് സാഹചര്യത്തിലും ബോധ്യമുണ്ട്. ആ ബോധ്യം ഏതാണ്? കർത്താവാണ് എൻ്റെ ദൈവം. ആരാധിക്കാനുള്ള ഒന്നാമത്തെ കാരണം ബന്ധം. ആരാധിക്കാനുള്ള ഒന്നാമത്തെ കാരണം ബന്ധം. എനിക്ക് എൻ്റെ ദൈവത്തോട് ബന്ധമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് എൻ്റെ ദൈവത്തോട് ബന്ധമുണ്ട്. ബന്ധം. കർത്താവാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ യഹോവയാണ് എൻ്റെ ദൈവം. പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈശോയാണ് എൻ്റെ ദൈവം. ഞാൻ എന്തുകൊണ്ട് ആരാധിക്കുന്നു? ഈശോയാണ് എൻ്റെ ദൈവം. പിതാവായ ദൈവമാണ് എൻ്റെ ദൈവം. പരിശുദ്ധാത്മാവാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. ബന്ധം. ആരാധനയുടെ റീസൺ നമ്പർ 1 ബന്ധം. കിട്ടിയോ? അപ്പൊ എടുക്കുക 100-ാം സങ്കീർത്തനത്തിന്റെ അടുത്ത വാക്യം. കർത്താവാണ് എൻ്റെ ദൈവം. അടുത്തത് അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. രണ്ടാമത്തെ കാര്യം ഇതാണ്. ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം, നമ്മെ സൃഷ്ടിച്ചത് അവിടുന്നാണ്. നമ്മെ സൃഷ്ടിച്ചത് അവിടുന്നാണ് രണ്ടാമത്തെ കാരണം. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വന്നതും നമ്മൾ നിന്നതും നമ്മൾ പോന്നതും ദൈവത്തിലേക്കാണ്. എന്താ പറഞ്ഞേ? നമ്മൾ വന്നത് ദൈവത്തിൽ നിന്നാണ്, നമ്മൾ നിന്നത് ദൈവത്തിലാണ്, നമ്മൾ പോന്നത് ദൈവത്തിലേക്കാണ്. നമ്മൾ വന്നതും നിന്നതും പോന്നതും ദൈവത്തിലേക്കാണ്. അതാണ് എന്നെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നത് എവിടുന്നാണ്? എവിടുന്നാ വന്നേ? ഒരു സംശയം വേണ്ട, ദൈവത്തിൽ നിന്നാണ്. സങ്കീർത്തനം 139 കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ അരുളി ചെയ്യും. സങ്കീർത്തനം 139 ഭൂമിയുടെ അഗാധതയിൽ വെച്ച് ഞാൻ ഉരുവാക്കപ്പെടുമ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങയുടെ കണ്ണുകൾ എന്നെ കണ്ടു. സങ്കീർത്തനം 139 എടുത്തോ. സങ്കീർത്തനം 139 നമ്മൾ വായിക്കാം 13 മുതലുള്ള വാക്യങ്ങൾ. അങ്ങാണെന്റെ അന്തരംഗം മെനഞ്ഞത്, അങ്ങാണെന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ അങ്ങാണ് എന്നെ മെനഞ്ഞത്. സാദരം വ്യതിരിക്തനായി ഞാൻ പരിചരിക്കപ്പെട്ടതിനാൽ അങ്ങേക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ സൃഷ്ടികൾ, നിങ്ങൾ അത് നോക്കിയാൽ മതി. എൻ്റെ ഇരിക്കുന്ന ബൈബിൾ വേറെയാണ്. POC പുതിയ ബൈബിൾ ഇറക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞായിരുന്നോ? ഇല്ല. POC ബൈബിളിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇറക്കിയിട്ടുണ്ട്.
അതിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് വായിച്ചാൽ മതി. നിങ്ങളിത് വായിച്ചാൽ മതി, ഞാൻ എൻ്റെ ഇരിക്കുന്ന വായിക്കാം. അപ്പോൾ നമുക്ക് വ്യത്യാസം അറിയാമല്ലോ. ഓക്കെ. അങ്ങാണ് എൻ്റെ അന്തരംഗം ചമച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അങ്ങാണ് എന്നെ നിങ്ങൾ നിങ്ങളുടെയിലുള്ളത് നോക്കിക്കോ, വായിക്കണ്ട, നിങ്ങളുടെയിലുള്ളത് നോക്കിക്കോ. സാദരം വ്യതിരിക്തനായി ഞാൻ പരിചരിക്കപ്പെട്ടതിനാൽ അങ്ങേക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ സൃഷ്ടികൾ വിസ്മയകരമാണ്, എൻ്റെ ആത്മാവ് നന്നായി മനസ്സിലാക്കുന്നു. 15-ാമത്തെ വാക്യം, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് ഇഴചേർക്കപ്പെട്ട് നിഗൂഢതയിൽ ഞാൻ ഉരുവാക്കപ്പെട്ടപ്പോൾ എൻ്റെ ആകൃതി അങ്ങിൽ നിന്ന് ഗുപ്തമായിരുന്നില്ല, മറയ്ക്കപ്പെട്ടിരുന്നില്ല. ഭൂമിയുടെ അധോഭാഗത്തിൽ വെച്ച് സൂക്ഷ്മതയോടെ ഞാൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ എൻ്റെ രൂപം അങ്ങയ്ക്ക് അജ്ഞാതമായിരുന്നില്ല. ഭ്രൂണമായിരുന്ന എന്നെ അങ്ങയുടെ കണ്ണുകൾ കാണുന്നുണ്ടായിരുന്നു. ഭ്രൂണമായിരുന്ന എന്നെ. ഭ്രൂണം എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷിൽ? ഭ്രൂണത്തിന്റെ ഇംഗ്ലീഷ് എന്താ? ഭ്രൂണോയോ? എംബ്രിയോ. അപ്പോ ഭ്രൂണമായിരുന്ന എന്നെ അങ്ങയുടെ കണ്ണുകൾ കാണുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് അമ്മ കാണുന്നതിന് മുമ്പേ നമ്മളെ കണ്ടതാരാ? അതായത് ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനി ഇറക്കുമ്പോൾ സർട്ടിഫൈഡ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്വാളിറ്റി സർട്ടിഫൈ ചെയ്ത് വിടും എന്ന് പറഞ്ഞ പോലെ അമ്മ കാണുന്നതിന് മുമ്പേ നിന്നെ കണ്ടതാരാ? എന്നോട് ഈ കോട്ടയം ഭാഗത്തുള്ളൊരു സിസ്റ്റർ ഒരിക്കൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനെ ആദ്യമായിട്ട് കയ്യിലെടുത്തത് ഞാനാന്ന് പറഞ്ഞു. അതെനിക്ക് ഒരു ഞെട്ടലായിരുന്നു. കാരണം അപ്പൊ എൻ്റെ അമ്മയല്ല എന്നെ ആദ്യമായിട്ട്, അമ്മയല്ല, ഞാൻ ആ ആശുപത്രിയിൽ നേഴ്സായിരുന്നെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സിസ്റ്റർ പറഞ്ഞു. അപ്പൊ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് എന്നെ ആദ്യമായിട്ട് കയ്യിലെടുത്തത് ആരാണ്? ഒരു കന്യാസ്ത്രീയാണ്. അതിൻ്റെ എല്ലാ നന്മയും നിങ്ങളെന്താ ഉദ്ദേശിച്ചത്? അതിൻ്റെ എല്ലാ നന്മയും എനിക്കുണ്ട് അല്ലേ? ഒരു സിസ്റ്റർ അല്ലേ എന്നെ എടുത്തേ ആദ്യം. അപ്പൊ എൻ്റെ അമ്മ എന്നെ കാണുന്നതിന് മുമ്പ് എനിക്ക് പറയാൻ പറ്റുമോ സിസ്റ്ററാണ് എന്നെ കണ്ടതെന്ന്? ഇല്ല. എൻ്റെ അമ്മ എന്നെ കാണുന്നതിന് മുമ്പ് ആരാണ് എന്നെ കണ്ടത്? എൻ്റെ ദൈവമാണ് എന്നെ കണ്ടത്. അപ്പോ നമ്മൾ വന്നത് ദൈവത്തിൽ നിന്നാണ്, നിന്നത് ദൈവത്തിലാണ്. നിന്നത് ദൈവത്തിലാണ്. കൊളോസോസ് ലേഖനം എടുക്ക്. കൊളോസോസ് ലേഖനം 1-ാമത്തെ അധ്യായം. കൊളോസോസ് ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. വായിക്കാം. കൊളോസോസ് 1:16. കൊളോസോസ് 1:16-17. കൊളോസിയൻസ് 1:16 and 17. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും. അപ്പൊ സൃഷ്ടിക്കപ്പെട്ടത് അവനിലാണ്. ആരാണ് ഈ അവൻ? ആരാണ് ഈ അവൻ? ഈശോ. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോ യോഹന്നാൻ പറയുന്നുണ്ട്, അവനെ കൂടാതെ ഒന്നും ഉരുവാക്കപ്പെട്ടിട്ടില്ല. അപ്പോ സൃഷ്ടിക്കപ്പെട്ടത് അവനിലാണ്. അടുത്തത്, സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോ അവനിലാണ് സൃഷ്ടിക്കപ്പെട്ടത്, അവന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. നമ്മൾ വന്നത് അവനിൽ നിന്നാണ്, നമ്മൾ പോകുന്നത് അവനിലേക്കാണ് കേട്ടോ. നമ്മൾ വന്നത്, അതുകൊണ്ട് മരിക്കാൻ പേടിക്കേണ്ട കാര്യമുണ്ടോ? പോയി പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മൾ വന്ന കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മരിച്ചുപോയി എന്ന് പറയാറില്ല, തിരിച്ചുപോയി എന്നേ പറയാറുള്ളൂ. എന്താ പറയുന്നേ? തിരിച്ചുപോയി. റിട്ടേൺഡ് ഹോം. വീട്ടിലേക്ക് തിരിച്ചുപോയി, വന്നിടത്തേക്ക് മടങ്ങിപ്പോയി. അപ്പം മരണമില്ല, മടങ്ങിപ്പോക്കേ ഉള്ളൂ അല്ലേ? ഡെത്ത് ഇല്ല, റിട്ടേണേ ഉള്ളൂ. റിട്ടേൺ ടിക്കറ്റ് എടുത്ത് ആള് മടങ്ങിപ്പോയി, വന്ന ആള് മടങ്ങിപ്പോയി. അപ്പോ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് അവനിലാണ്, മടങ്ങിപ്പോകുന്നതും അവനിലേക്കാണ്. അടുത്തത് വചനം പറയുകയാണ്, അവനാണ് എല്ലാറ്റിൻ്റെയും എന്താണ്? അവനാണ് എല്ലാറ്റിൻ്റെയും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ വന്നതും നിന്നതും പോന്നതും പോയില്ല, പോവും. വന്നതും നിന്നതും പോന്നതും അവനിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. ആരാധിക്കാനുള്ള രണ്ടാമത്തെ കാരണം, നമ്മുടെ സൃഷ്ടിയും സ്ഥിതിയും
നമ്മുടെ അവസാനവും അവനിലാണ്. നമ്മുടെ സൃഷ്ടിയും ആരംഭവും നിലനിൽപ്പും ഒടുക്കവും അവനിലാണ്. അതുകൊണ്ടാണ് അവൻ ആൽഫയും ഒമേഗയുമാണ്, അവൻ ആദിയും അന്തവുമാണ്. അതുകൊണ്ടാണ് നാം അവനെ ആരാധിക്കുന്നത്. അപ്പൊ ആരാധിക്കാനുള്ള ഒന്നാമത്തെ കാരണം ബന്ധം, രണ്ടാമത്തെ കാരണം സൃഷ്ടി, സ്ഥിതി, മടങ്ങിപ്പോക്ക് അവനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അവനെ ആരാധിക്കുന്നത്. ഇനി 100-ാം സങ്കീർത്തനത്തിലേക്ക് തിരിച്ചു വരാം. മൂന്നാമത്തെ കാരണം, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം നാം അവിടുത്തേതാണ്. നാം അവിടുത്തേതാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നാം അവിടുത്തേതാണ്. മനസ്സിലായോ? പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെതാണ്. പറ, 5 പ്രാവശ്യം പറ. ഞാൻ ദൈവത്തിൻ്റെതാണ്. ഐ ബിലോങ് ടു ജീസസ്. ഐ ബിലോങ് ടു ജീസസ്. ഞാൻ ഈശോയുടേതാണ്. ഞാൻ ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിനാണ്, നമ്മുടെ ഓണർഷിപ്പ് ദൈവത്തിനാണ്, നമ്മുടെ അവകാശം ദൈവത്തിനാണ്, നമ്മുടെ ഭാഗധേയം ദൈവമാണ്, നമ്മുടെ ഓഹരി ദൈവമാണ്. നാം ദൈവത്തിൻ്റെതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ സ്വന്തമാക്കപ്പെട്ട ജനമാണ്. സ്വന്തമാക്കപ്പെട്ട ജനം എടുക്ക്. പുറപ്പാട് 19, എക്സോഡസ് 19. സീനായ് മലയുടെ അടിവാരത്തിൽ കൊണ്ട് നിർത്തിയിട്ട് ദൈവം ഇസ്രായേൽ ജനതയോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. സ്വന്തം സ്വന്തം സ്വന്തം. വായിച്ചേ, പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. വായിക്കാം വാക്യം 4 മുതൽ. എക്സോഡസ് 19:4. ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംഭവിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശബ്ദം സശ്രദ്ധം ശ്രവിക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ ഭൂമി മുഴുവനും എൻ്റേതാണെങ്കിലും എല്ലാ ജനങ്ങളെയും കാൾ നിങ്ങൾ എനിക്ക് സ്വന്തമായ ഈ റിവൈസ്ഡ് വേർഷനകത്ത് പറയുന്നത് എന്താണെന്നറിയോ? എല്ലാ ജനതകളിലും വെച്ച് നിങ്ങൾ എനിക്ക് സ്വന്തമായ എൻ്റെ നിധിയായിരിക്കുമെന്ന്. നിധി. എല്ലാ ജനങ്ങളിലും വെച്ച് നിങ്ങൾ എനിക്ക് സ്വന്തമായ എൻ്റെ നിധിയായിരിക്കും. നിധി. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ എൻ്റെ നിധിയായിരിക്കും. മൈ ട്രഷർ, മൈ പൊസഷൻ, എൻ്റെ സമ്പാദ്യം, എൻ്റെ നിധി. പറ, ഞാൻ ദൈവത്തിൻ്റെ നിധിയാണ്. ഞാൻ ദൈവത്തിൻ്റെ വിധിയാണോ? എന്താ? ഞാൻ ദൈവത്തിൻ്റെ നിധിയാണ്. പറ, ഞാൻ ദൈവത്തിൻ്റെ നിധിയാണ്. പറ, ഞാൻ ദൈവത്തിൻ്റെ നിധിയാണ്. ഓക്കെ. അപ്പോ കർത്താവ് പറയാണ്, ഭൂമിയിലെ എല്ലാ ജനങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ സ്വന്തമാക്കി, നിങ്ങൾ എനിക്ക് സ്വന്തമായ നിധിയായിരിക്കും. ഇനി വീണ്ടും വചനം പറയുന്നുണ്ട്. വീണ്ടും പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം, 1 പീറ്റർ. പെട്ടെന്ന് എടുക്കണേ. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ വീണ്ടും വചനം പറയുന്നുണ്ട്. ഇത് തന്നെ അപ്പോസ്തലനായ പത്രോസ് എടുത്ത് നമ്മളെ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കും. നമ്മൾ കർത്താവിൻ്റെ സ്വന്തമായ ജനമാണ്. സ്വന്തമായ ജനം. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ വായിക്കാം 1 പത്രോസ് 2-ാമത്തെ അധ്യായം. 1 പത്രോസ് 2-ാമത്തെ അധ്യായം. അവിടെ പറയുകയാണ് വാക്യം 9. 1 പത്രോസ് 2:9 വായിക്കാം. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പൗരോഹിത്യവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. മനസ്സിലായോ? അതായത് ആദ്യത്തെ, രണ്ടാമത്തെ പിന്നെ വായിക്കാം. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശം, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ഞാൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ബോധ്യമുണ്ടോ? പലരുടെ ഉള്ളിൽ കിടക്കുന്ന ബോധ്യം, ഞാൻ തള്ളിക്കളയപ്പെട്ടവനാണ്, എന്നെ ആർക്കും വേണ്ടാത്തതാണ്, ദൈവത്തിന് പോലും എന്നെ വേണ്ടാത്തതാണ്. നിങ്ങൾ പറയണം, ഐ എം എ ചോസൺ റൈസ്, ഐ ബിലോങ് ടു എ ചോസൺ റൈസ്. ഞാനൊരു തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. പറ, ഞാനൊരു തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. നിങ്ങളിൽ എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഞാനൊരു തെരഞ്ഞെടുക്കപ്പെട്ട വംശം വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിനോട് നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ അത് ഏറ്റെടുക്കണം. ഞാനൊരു തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. ഐ ബിലോങ് ടു എ ചോസൺ റൈസ്. അപ്പോ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും, അടുത്തത് രാജകീയ പൗരോഹിത്യവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. മനസ്സിലായോ? നമ്മൾ ആരാധിക്കാനുള്ള റീസൺ നമ്പർ 3,
നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനതയാണ്. സ്വന്തം ജനത. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനതയാണ്. 1 കൊരിന്തോസ് 6, 1 കൊറിന്ത്യൻസ് ചാപ്റ്റർ 6, 1 കൊരിന്തോസ് 6-ാം അധ്യായം. അവിടെ വീണ്ടും ഇതേ കാര്യം ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തും. 1 കൊരിന്തോസ് 6-ാം അധ്യായത്തിൽ എന്താണ്? നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ആ ഭാഗം എടുത്തേ. 1 കൊരിന്തോസ് നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. വാക്യം എത്രാമത്തെ വാക്യമാണ്? 19-ാമത്തെ വാക്യം. 19-ാമത്തെ വാക്യം 1 കൊരിന്തോസ് 6:19. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന്. അതായത് ഞാൻ വായിക്കാം. ദൈവത്തിൽ നിന്നുള്ളതും നിങ്ങളിൽ വസിക്കുന്നതുമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തമല്ല, എന്തെന്നാൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. ആ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. അപ്പൊ ആരാധിക്കാനുള്ള കാരണം എന്താ? നമ്മൾ നമ്മുടെ സ്വന്തം അല്ല. നമ്മൾ നമ്മുടെ സ്വന്തം അല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരുടെ സ്വന്തമാണ്? ദൈവത്തിന്റെ സ്വന്തമാണ്. നമ്മൾ നമ്മുടെ സ്വന്തം അല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ദൈവത്തിന്റെ സ്വന്തമാണ്. ഇനി നമ്മൾ പത്രോസ്ലീഹായുടെ ലേഖനത്തെ വായിച്ചില്ലേ? ആ ഭാഗം എടുത്തേ. തൊട്ടു മുമ്പ് വായിച്ചത് 1 പത്രോസ് എത്രയാണ്? 2 പെട്ടെന്ന് വായിച്ചേ. തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പൗരോഹിത്യവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകളെ നിങ്ങൾ ആരാധിക്കണം, പ്രകീർത്തിക്കണം, ആരാധിക്കണം. കണ്ടോ? ആരാധിക്കാനുള്ള റീസൺ നമ്പർ 3 പറ. ദൈവത്തിന്റെ സ്വന്തമായതുകൊണ്ടാണ് ആരാധിക്കുന്നത്. നമ്മൾ നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം ജനമായതുകൊണ്ടാണ്. 3 കാരണങ്ങൾ പറഞ്ഞു. റീസൺ നമ്പർ 1 ബന്ധം. ബന്ധം. യഹോവയാണ് എൻ്റെ ദൈവം. രണ്ടാമത്തേത് സൃഷ്ടിയും നിലനിൽപ്പും മടങ്ങിപ്പോക്കും അവനിലേക്കാണ്. 3 നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. 100-ാം സങ്കീർത്തനത്തിലേക്ക് തിരിച്ചു വരിക. അടുത്തത് 100-ാം സങ്കീർത്തനത്തിലേക്ക് തിരിച്ചു വരാം. അടുത്ത എന്താണ്? അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, അവിടുത്തെ ജനവും അവിടുന്ന് പോറ്റുന്ന അജഗണവും. 4-ാമത്തെ കാരണം ദൈവമാണ് എൻ്റെ ഇടയൻ, അവിടുന്നാണ് എന്നെ പരിപാലിക്കുന്നത്. 4-ാമതേ വരുന്നുള്ളൂ. ദൈവമാണ് എൻ്റെ ഇടയൻ, അവിടുന്നാണ് എന്നെ നയിക്കുന്നതും എന്നെ പരിപാലിക്കുന്നതും. എന്നെ നയിക്കുന്നതും പരിപാലിക്കുന്നതും എൻ്റെ ഇടയനായ ദൈവമാണ്. ഇടയനായ ദൈവം. മനസ്സിലായി? ഈശോ പറഞ്ഞില്ലേ, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. നല്ല ഇടയനാണ്. അപ്പൊ എന്നെ നയിക്കുന്നതും എന്നെ പരിപാലിക്കുന്നതും ആരാണ്? ദൈവമാണ്. ദൈവം ദൈവം ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് ദൈവം നമ്മുടെ, വേറൊരു വാക്കി പറഞ്ഞാൽ ഇടയൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പാരലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് രാജാവാണ്. ഇടയൻ എന്ന് പറഞ്ഞാൽ നയിക്കുക, പരിപാലിക്കുക. ദൈവം എൻ്റെ രാജാവാണ്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. 4 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ദൈവമാണ് നടത്തുന്നത്. ആരാധിച്ചാൽ മതി കേട്ടോ. ആരാധിച്ചാൽ. ഇന്നിപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ ഞങ്ങൾ സെക്കൻഡ് സാറ്റർഡേക്ക് കഷ്ടപ്പെട്ട് വന്നതല്ലേ, ഞങ്ങൾക്ക് ഒറ്റ വാക്യത്തിൽ ഉത്തരം തരാമോ? എളുപ്പ വഴി പറഞ്ഞു തരാമോ? എല്ലാ പ്രശ്നങ്ങളും തീരാൻ ഒരു വഴി പറഞ്ഞു തരാമോ? ഒറ്റ വഴി, ഒറ്റ വാക്ക്, ഒരേ ഒരു കാര്യം, ആരാധന. ഒരേ ഒരു കാര്യം. എന്താണ്? ആരാധിച്ചാൽ മതി. ആരാധിച്ചുകൊണ്ടിരിക്കുക. വലിയൊരു കോട്ടയുണ്ടായിരുന്നു. ആ കോട്ടയുടെ പേരാണ് ജെറീക്കോ കോട്ട. ജെറീക്കോ കോട്ട. ആ കോട്ട ഏതാണ്ട് 5000 വർഷം പഴക്കമുള്ള ലോകത്തെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു ജെറീക്കോ നഗരം. ഏറ്റവും പുരാതനമായ നഗരം. അതിന്റെ കോട്ട എന്ന് പറഞ്ഞാൽ കിഴക്കേ കോട്ട പോലൊരു കോട്ടയല്ല.
മനസ്സിലായോ? പടിഞ്ഞാറേ കോട്ട പോലൊരു കോട്ടയല്ല. ആ കോട്ടയെന്ന് പറഞ്ഞാൽ ആ കോട്ടയുടെ മുകളിൽ 6 വരി പാതയാണ്. 6 വണ്ടിക്ക് ഒരുമിച്ച് പോകാം ആ കോട്ടയുടെ മുകളിൽ. അപ്പോൾ കോട്ടയുടെ കനം നിങ്ങൾ കണക്ക് കൂട്ടിക്കോണം. അപ്പോൾ ജോഷുവായും അനുചരന്മാരും ഇസ്രായേൽ മക്കളും ഈ കോട്ട തകർത്ത് കോട്ട അടച്ച് മുദ്ര വെച്ച് ഭദ്രമാക്കിയിരിക്കുകയാണ് ഇവർ കയറാതിരിക്കാൻ വേണ്ടി. ദൈവം പറഞ്ഞു, ഒരു കമ്പിപ്പാര വേണ്ട, കോടാലി വേണ്ട, പിന്നെ തൂമ്പ വേണ്ട, പിക്കാക്സ് വേണ്ട, പിന്നെ കത്തി വേണ്ട, കുന്തം വേണ്ട, ശൂലം വേണ്ട, വാള് വേണ്ട, ബോംബ് വേണ്ട, പിന്നെന്താണ്, മിസൈൽ വേണ്ട, ഒന്നും വേണ്ട, അന്തർവാഹിനിയും വേണ്ട, ആകാശക്കപ്പലും വേണ്ട, ഒന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? പറ. ഒരു ആയുധം, ഒരു മൊട്ടുസൂചി പോലും എടുക്കണ്ടെന്ന് പറഞ്ഞു. ഒരു മൊട്ടുസൂചി പോലും എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്ത് എളുപ്പമാണ് ജോലി, എന്ത് എളുപ്പമാണ്. ഒരു മൊട്ടുസൂചി പോലും എടുക്കണ്ട. മനസ്സിലായോ? പോകുന്ന വഴിക്ക് ഒരുത്തനെ കുത്താൻ ഒരു മുട്ടുസൂചി പോലും എടുക്കണ്ട. എന്ത് ചെയ്താൽ മതി? 13 തവണ കോട്ടയ്ക്ക് ചുറ്റും ആരാധിച്ചുകൊണ്ട് നടക്കുക. നിങ്ങൾക്കിത് ചിലപ്പോൾ ഒരു മുത്തശ്ശി കഥ പോലെ തോന്നുന്നുണ്ടാവാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഈസോപ്പ് കഥ പോലെ തോന്നുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദശാസന്ധികളിൽ നട്ടം തിരിഞ്ഞു നിന്ന മനുഷ്യര്, ആരാധിച്ചിട്ടുള്ളവർക്കറിയാം, ഒരു തുറക്കപ്പെടാത്ത വഴിയുമില്ലാതെ പകച്ചു നിൽക്കുമ്പോഴും ആരാധിക്കുന്നവന്റെ മുമ്പിൽ വഴി തുറക്കപ്പെട്ടിരിക്കും. അപ്പോൾ ആരാധിക്കുന്നവന്റെ മുമ്പിൽ വഴി അത് ആരാധിച്ചവനെ അറിയത്തുള്ളൂ. ആരാധിക്കുമ്പോൾ വഴി തുറക്കപ്പെടും. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഈ കോട്ട ഇടിക്കാൻ ആരാധിച്ചാൽ മതി. ഒരു കമ്പിപ്പാര കൊണ്ടും കുത്തിത്തുളയ്ക്കാൻ പോകണ്ട, ആരാധിച്ചാൽ ഈ കോട്ട ഇടിയുമെന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്തു. എഴുന്നേക്ക്. 4 കാര്യങ്ങൾ നാം ദൈവത്തെ ആരാധിക്കുന്നതിന് 4 കാര്യങ്ങൾ. ഒന്നാമത്തേത് പറയൂ, ബന്ധം. യഹോവയാണ് എൻ്റെ ദൈവം, ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഈ നമ്മൾ വന്നതും നമ്മൾ നിന്നതും നമ്മൾ പോന്നതും അവനിലേക്കാണ്. മൂന്നാമത്തേത് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. നാലാമത്തേത് ദൈവമാണ് എന്നെ നയിക്കുന്നതും പരിപാലിക്കുന്നതും. ഈ സങ്കീർത്തനം 100 പറയുന്നു, ഈ 4 കാരണങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. അതുകൊണ്ട് ശക്തമായ ഒരു വിമോചനം ഇപ്പോൾ ആഗ്രഹിക്കണം. ബന്ധനങ്ങൾ അഴിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, കർത്താവ് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, രോഗം സുഖപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി, മനസമാധാനം തരുന്ന ദൈവത്തിൻ്റെ ശക്തി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഇന്നലെ പട്ടംപള്ളിയിൽ സർവീസ് ചെയ്യുമ്പോൾ ഇന്നലെ സന്ധ്യയ്ക്ക് ഒരു അമ്മ ഒരു സഹോദരിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഹൃദയം പൊട്ടിയാണ് ഇവിടോട്ട് വന്നത്. ഹൃദയം പൊട്ടി, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രയാസം ഉണ്ടായി, ഹൃദയം പൊട്ടിയാണ് ഞാൻ വന്നത്. എന്നാൽ ഞാൻ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഒരു പക്ഷിയെ പോലെ സ്വാതന്ത്ര്യത്തോടെ പറന്നാണ് വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. എൻ്റെ ഭാരം എൻ്റെ ദൈവം എടുത്തു മാറ്റി, എൻ്റെ ഭാരം എടുത്തു മാറ്റി. അപ്പൊ അതാണ് കർത്താവ് തരുന്ന മോചനം. മനസ്സിലായോ? പ്രശ്നം മാറുക എന്നതിനേക്കാൾ ഏത് പ്രശ്നത്തെയും നേരിടാനുള്ള ഒരു ചങ്കുറപ്പും ധൈര്യവും തരുന്ന ദൈവത്തെ ആരാധിക്കുക. മനസ്സിലായോ? ഒരു പ്രശ്നം മാറി. ഇങ്ങോട്ട് നോക്കി. അതായത് നിങ്ങൾ ദൈവം ഇങ്ങനെ അത്ഭുതകരമായിട്ട് ഇടപെട്ട് ഒരു പ്രശ്നം മാറി, അടുത്ത വർഷം വരുമ്പോൾ നിങ്ങൾ വീണ്ടും ഇങ്ങനെ കടന്ന് വിഷമിക്കണം. അതിനേക്കാളും നല്ലതേ ഇപ്പൊ ഈ പ്രശ്നം കുറച്ച് ദിവസം കഴിഞ്ഞ് മാറിയാലും വേണ്ടില്ല, ഈ പ്രശ്നത്തിന് മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നിങ്ങൾ രൂപപ്പെട്ടാൽ എല്ലാ പ്രശ്നത്തെയും നിങ്ങൾ നേരിടും. മനസ്സിലായി? ഈ പ്രശ്നത്തെ മാത്രമല്ല, സകല പ്രശ്നത്തിന് മേലും നിങ്ങൾ കയറി വരും. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം എന്ന് പറഞ്ഞാല് ജോസഫിന്റെ മുമ്പിൽ ഒരു മതിലുണ്ടായിരുന്നു. വചനം പറയുകയാണ്, ആ മതില് ദൈവം ഇടിച്ചു കളഞ്ഞില്ല, ആ മതില് ദൈവം തകർത്തില്ല. പകരം ജോസഫിനെ ദൈവം മതിലിന് മുകളിൽ വളർത്തി, മതിലിന് മുകളിൽ വളർത്തി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മതിലിന് മുകളിൽ വളർത്തി. നന്നായിട്ട് ആരാധിക്കണം. പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തറിയാം, നിങ്ങൾ ഈ സ്വബോധം ഇല്ലാതെ പെരുമാറരുത്. ഇതിനകത്ത് ആരാധിച്ചോ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ആരാധിക്കുമ്പോഴും വചനം പറയുന്നുണ്ട്, പ്രവാചകന്റെ ആത്മാവ് പ്രവാചകന് വിധേയമാണ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തരെ പോലെ പെരുമാറരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. ആരാധിക്കുന്ന മറ്റു മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ വോളണ്ടിയേഴ്സ് അവരെ വരാന്തേ കൊണ്ടുപോയി നിർത്തും. അപ്പോൾ വിഷമൊന്നും വിചാരിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായല്ലോ? അതായത് ആരാധിക്കുന്നവന്റെ ആത്മാവ് ആരാധിക്കുന്നവന് വിധേയമാണ്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ.
ബാക്കിയുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുക, അവരെ പോയി ഇടിക്കുക, ഇവരെ പോയി ഇടിക്കുക, അതിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവരെ വോളണ്ടിയേഴ്സ് പൊക്കിയെടുത്ത് മുറ്റത്തോട്ട് കൊണ്ടുപോയി നിർത്തും. അവിടെ നിന്ന് സ്വതന്ത്രമായിട്ട് ആരാധിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ണടച്ചോ, 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 കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ യേശുവേ. ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ.